രണ്ടാഴ്ച മുമ്പാണ് ഈ സാറ്റർഡേ മുമ്പുള്ള സാറ്റർഡേ ആണ് സൗമ്യയും അമ്മുമായിട്ട് ഇവിടെ വരുന്നത്. ശരിയല്ലേ? രണ്ടുള്ള ആദ്യമായിട്ട് വരുന്നത്. ഇവിടെ വരുമ്പം ഈ കുഞ്ഞിന് എന്തായിരുന്നു അസുഖം? ഇവിടെ വരുമ്പോഴത്തേക്കിനും അമ്മുവിന് ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കത്തില്ല. അവൾക്ക് എപ്പോഴും മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക. പെരയ്ക്കകത്തൊന്നും ഇരിക്കത്തില്ല. അവള് അകത്ത് കയറാൻ പറഞ്ഞാൽ ഞാൻ മുറ്റത്തെ നിൽക്കത്തുള്ളൂ എന്നാ പറയുന്നത്. അവൾക്ക് പുറത്തേക്ക് ഓടി ഇറങ്ങാനുള്ള സമയമില്ല. അല്ലെങ്കിൽ അവിടെ നിന്നങ്ങ് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ഏകദേശം എത്ര പ്രാവശ്യം ഇങ്ങനെ ഒത്തിരി ഞാൻ പറയാൻ വയ്യ. ഞങ്ങൾ രാത്രി ചിലപ്പോ ഉറങ്ങത്തു പോലും 10-50 പ്രാവശ്യം അത്രയെങ്കിലും കാണും. ഒരു ഡ്രോപ്പ് അല്ല, കുറച്ച് എമൗണ്ട് എങ്കിലും ഇങ്ങനെ യൂറിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക. ഞങ്ങള് പിന്നെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഇവളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞു കൊച്ചിനെ എപ്പോഴും ഇങ്ങനെ ഒരു ഇതാണ്, നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട് കാണിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇവളെ ജനിച്ചത് 7 മാസം തികഞ്ഞപ്പം ജനിച്ചതാണ്. 1,600 ഇവളുടെ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് കിട്ടത്തില്ലെന്ന് പറഞ്ഞാണ്. അവള് സ്കാൻ ചെയ്തപ്പോഴത്തേക്കിനും അവളുടെ കിഡ്നിയിൽ ഒരു സിസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഈ യൂറിൻ ഇങ്ങനെ പോകുന്നതിന്റെ കാരണം ഡോക്ടർമാര് ചെക്ക് ചെയ്തപ്പോൾ എന്താ പറഞ്ഞേ? അവര് പറഞ്ഞു അത് ഉള്ളു പരിശോധിച്ചാലേ അവർക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അവര് നേരത്തെ കണ്ടുപിടുത്തം അവിടെ കിഡ്നിയിൽ ഒരു സിസ്റ്റ് ഉണ്ടെന്നുള്ളതാണ്. അത് ഞങ്ങൾ ജനിച്ചപ്പം മാതാ അമൃതാന്തമയിലായിരുന്നു ട്രീറ്റ്മെന്റ് എല്ലാം. എല്ലാ മാസവും സ്കാനിങ് ആയിരുന്നു. എല്ലാ മാസവും മുടങ്ങാതെ അവളുടെ കിഡ്നിയുടെ സിസ്റ്റ് എങ്ങനെയുണ്ട്, അത് വളരുകയായിരുന്നോ ചെറുതായിരുന്നു? അത് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സാറ്റർഡേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. പറഞ്ഞു അമ്മ കുഞ്ഞിന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുഞ്ഞ് ഇപ്പൊ സൗഖ്യമാകാൻ പോകുകയാണ് എന്നിവിടെ പറഞ്ഞപ്പോഴാണ് ഈ കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഈ കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുവന്നു. കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ ഇടയായി. കർത്താവ് കൃപ ചെയ്തു. പ്രാർത്ഥിച്ചപ്പോ എന്താ സിസ്റ്റർ അന്ന് വൈകിട്ടുണ്ടായ അനുഭവം? ഞാൻ ഇവിടെ നിന്നപ്പോ തൊട്ടേ ഒന്നെങ്കിൽ അവളുടെ തലയിലായിരിക്കും അല്ലെങ്കിൽ അവരുടെ വയറ്റിലായിരിക്കും എന്റെ കൈ ഇരിക്കുന്നത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവൾക്ക് എന്തോ ഒരു ചേഞ്ച്, അവളിൽ എന്തോ ഒരു മാറ്റം എന്നിൽ ഉണ്ടായി. എന്റെ കൈ എനിക്കങ്ങ് ഭയങ്കര അവിടെ ഇരുന്നോണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇവൾക്ക് ഇപ്പൊ ഇല്ലിത് എന്ന് എനിക്ക് ബോധ്യമായി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് എന്റെ മമ്മി ശ്രദ്ധിച്ചു. ഇവളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോ മമ്മി പറഞ്ഞു സൗമ്യ അവളിപ്പൊ പഴയതുപോലെ ഒന്നും പോകുന്നില്ലല്ലോ, യൂറിനൊന്നും പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. 9 മാസം യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞ് ഒറ്റ പ്രാർത്ഥനയിൽ യേശു തൊട്ട് സുഖപ്പെടുത്തി. ലക്ഷ്മിയെ ഓർക്കുന്നവരുണ്ടോ? കഴിഞ്ഞ ആഴ്ച വന്നവർക്കെല്ലാം ലക്ഷ്മിയെ അറിയാം. ലക്ഷ്മി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ലക്ഷ്മിക്ക് സംസാരിക്കാൻ കഴിയാതെയാണ് ലക്ഷ്മി ഇവിടെ വന്നത്. ലക്ഷ്മിക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് എത്ര ദിവസം വർത്താനം പറയാൻ ഒക്കത്തില്ലായിരുന്നു? 2 ആഴ്ച വർത്താനം പറയാൻ പറ്റത്തില്ലായിരുന്നു. അതിന് മുമ്പ് വയ്യാതെ വന്നപ്പോ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് സൗഖ്യമായി. പക്ഷെ ഇത്രയും ദിവസം നീണ്ടിരുന്ന് എനിക്ക് സൗഖ്യം ഇത് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ലക്ഷ്മിക്ക് 2 ആഴ്ച. നിങ്ങൾ ഓർക്കുന്നോ? ലക്ഷ്മിയെ ഞങ്ങൾക്ക് അറിയത്തില്ല. ഏറ്റവും പുറകിൽ ലക്ഷ്മി ഇരിക്കുമ്പോൾ ദൈവം വിരൽ ചൂണ്ടി ലക്ഷ്മി എഴുന്നേറ്റുവാ. ലക്ഷ്മിയെ എഴുന്നേപ്പിച്ച് മുമ്പിൽ കൊണ്ടുവന്നു. ലക്ഷ്മിയോട് കാര്യം ചോദിക്കുമ്പോൾ ലക്ഷ്മിക്ക് വർത്തമാനം പറയാൻ കഴിയുന്നില്ല. പ്രൈസ് ഗോഡ്. അപ്പോഴാണ് അറിയുന്നത് ലക്ഷ്മിക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു പോയതായിരുന്നു. പക്ഷേ ലക്ഷ്മിയെ കർത്താവ് യോഗത്തിൽ തൊട്ട് നിങ്ങൾക്കറിയാം 1 കുപ്പി വെള്ളം പൊക്കി 1 കവിള് ലക്ഷ്മിക്ക് പ്രാർത്ഥിച്ചു കൊടുത്തപ്പോൾ ലക്ഷ്മി യേശുവേ എന്ന് വിളിച്ചു. നിന്റെ ഉറക്കത്തെ കെടുത്തി മോമി, ഉറക്കത്തെ കെടുത്തി നിന്റെ ബുദ്ധിയെ ബന്ധിച്ച് നിന്നെ തകർക്കുന്ന ശക്തികളെ ഞാൻ പ്രാർത്ഥനയിൽ കാണുക. രക്തം രക്തം രക്തം. മോളെ നോക്കിക്കേ, ചില സമയം എല്ലാം അങ്ങ് സ്റ്റക്കാവോ? ഉറക്കെ ഒന്ന് പാത്രം മിണ്ടത്തില്ല, സൗണ്ട് വരത്തില്ല. ഈ കുഞ്ഞിന് എത്ര ദിവസം കൊണ്ട് വർത്താനം പറയാനൊക്കത്തില്ല? 2 എന്നെ വിളിച്ചത് ഈ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞോ? യെസ്, കറക്റ്റ്. 2 ആഴ്ചയായി കുഞ്ഞിന്റെ സംസാരശേഷി. സംസാരിക്കാൻ പറ്റും. 2 പ്രാവശ്യം അവിടെ പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടി. ക്ലാസ്സിൽ പോയി ഇരിക്കുന്നുണ്ടെ പിന്നെയും തലവേദന വന്നിട്ട് തലയിറക്കം പോലും വന്നിട്ട് മയങ്ങി വീഴും. പിന്നെ എണ്ണിക്കത്തില്ല, സംസാരിക്കത്തില്ല, ചിലപ്പോ കണ്ണു തുറക്കത്തില്ല. ഇങ്ങനെയൊക്കെയാണ്. ഇവളൊരു നല്ല കുഞ്ഞാ, പക്ഷെ ഇവക്കിപ്പോ സംസാരശേഷിയില്ല. ജീസസ് വായ നട്ടവൻ. മുഴുവൻ കൈകൾ ഇവൾക്ക് നില നീട്ടിയാണ്. യേശുവെന്ന് വിളിച്ചേ, ഉറക്കം വിളിച്ച്, ധൈര്യമായി വിളിച്ചോ. ഔഡസ്. ഉറക്ക വിളി. ഉറക്കെ യേശുവേ എന്ന് വിളി.
യേശുവേ എന്ന് വിളി, ഉറക്കെ വിളി, ഉറക്കെ വിളിച്ചേ, നീ ശബ്ദമെടുത്ത് വിളിച്ചേ. തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. വാ തുറന്ന് യേശുവേ എന്ന് വിളിച്ചേ. വെള്ളം ബൗഡസ്. നഷ്ടപ്പെട്ടു പോയ ശബ്ദം തിരിച്ചു വരാൻ ഞാൻ ഈ വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുക. സ്വർഗത്തിലെ ദൈവമേ, ഇവൾ കുടിക്കുമ്പോൾ ഇവൾ യേശുവേ എന്ന് വിളിക്കണം കർത്താവ്. കുടിച്ചാട് മോളെ, ധൈര്യമായി കുടിച്ചോ. മതി. യേശുവേ എന്നൊന്ന് വിളിച്ചേ, ഉറക്കെ വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ, ഉറക്കെ ഉറക്കെ വിളിച്ചേ, ഉറക്കെ ഉറക്കെ. രശ്മിക്ക് ഇപ്പൊ വർത്താനം പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല, പണ്ടത്തേക്കാൾ നന്നായിട്ട് എനിക്ക് സംസാരിക്കാം. ഓ പോരാ, ഇത്രയും കയ്യടി പോരാ. 2 ആഴ്ച സംസാരശേഷി നഷ്ടപ്പെട്ടവർക്ക് യേശു സംസാരശേഷി തിരിച്ചു കൊടുത്തു. പിറ്റേ ദിവസം ലക്ഷ്മിയുടെ പപ്പ പത്തനംതിട്ടയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നയാളാണ്. ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് നേരത്തെ ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ പലവട്ടം ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹം യേശുവിന് വേണ്ടി തന്റെ ഹൃദയം കൊടുത്തു. അന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ലക്ഷ്മിയുടെ പപ്പയോട് ഞാൻ ചോദിച്ചു, പപ്പേ ഇതെന്തൊരു വിടുതലാന്ന് ചോദിച്ചപ്പോ പപ്പ പറഞ്ഞു, ഇതിന് വലിയ അത്ഭുതങ്ങളുടെ വിടുതലാണ്. ലക്ഷ്മി പിറ്റേ ദിവസം വന്ന് 15 മിനിറ്റ് എന്നോട് വർത്താനം പറഞ്ഞു. ലക്ഷ്മിയുടെ പപ്പയും ലക്ഷ്മിയുടെ മമ്മിയും ലക്ഷ്മിയുടെ ബ്രദറും. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ദൈവം വിടുതൽ കൊടുത്താൽ ഇവിടുന്ന് ഇറങ്ങുമ്പം പിന്നെ രോഗം വരുമല്ല, അത് നിലനിൽക്കും. കഴിഞ്ഞ ഒരാഴ്ച ചെക്ക് ചെയ്തിട്ടാ സാക്ഷി ഇവിടെ വന്നേക്കുന്നേ. യേശു ജീവിക്കുന്ന ദൈവമാ. ഓ ലാമിൻ, ലക്ഷ്മിയെ സൗഖ്യമാക്കിയ ദൈവത്തെ കൈയടിച്ചെന്ന് സ്തുതിച്ചേ. ഓ താങ്ക് യു ലോർഡ്. എന്തായിരുന്നു ബ്രദറെ ഉണ്ടായിരുന്ന രോഗം? ഭയങ്കരമായിട്ട് തലകറക്കായിരുന്നു. എത്ര നാള് കൊണ്ട്? 12 വർഷത്തോളായിട്ട്. 12 വർഷമായിട്ട് തലകറങ്ങുക. ഓട്ടോറിക്ഷ ഓടിക്കുന്നതാ ജോലി. ഈ ഓട്ടോറിക്ഷ ഓടിച്ചു പോകുമ്പോഴും തല ഭയങ്കരമായിട്ട് കറങ്ങും. കഴിഞ്ഞ ആഴ്ച ഇവിടെ വരുമ്പോഴും തലകറക്കത്തോടാ വന്നേ. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോഴും നമ്മൾ മൊത്തം ഇങ്ങനെ കറങ്ങുന്ന പോലെ തോന്നുമോ? അങ്ങനെ തോന്നിട്ട് വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തുമോ? എന്നാലും നമ്മള് കണ്ടമാനം ഇങ്ങനെ ഇരുട്ട് കയറുന്ന സമയത്ത് സൈഡിലോട്ട് ചവിട്ടി അങ്ങ് നിർത്തും. അങ്ങനെ 12 വർഷമായിട്ട് ആ ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ച പിന്നെ ഓട്ടോറിക്ഷ ഓടിച്ചല്ലോ. ഒരാഴ്ച ഓടിച്ചപ്പോ തല കറങ്ങിയോ? 12 വർഷമായി തലകറങ്ങിയ തലകറക്കത്തെ ദൈവം എടുത്തു മാറ്റി പൂർണ്ണമായ വിടുതൽ യേശു കൽപ്പിച്ചു. ഹല്ലേലൂയ. യേശു പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഈ ബ്രദറിനെ നിങ്ങൾ നോക്കിക്കേ, കഴിഞ്ഞ ആഴ്ച കണ്ട പോലാന്ന് നിങ്ങൾ ഓർക്കുന്ന. ഞാൻ ഈ ബ്രദറിനോട് പറഞ്ഞു, ബ്രദർ ഇവിടെ നിൽക്ക്, തലകറക്കം കംപ്ലീറ്റ് ഹീലായിട്ട് പോയാൽ മതി. നമുക്ക് ഉറപ്പായിട്ടറിയാം യേശു ചെയ്യുമെന്ന്.